നമസ്കാരം. നമ്മുടെ ഭൂമിക്ക് ഇനി ഒരൊറ്റ ചന്ദ്രൻ മാത്രമല്ല ഉള്ളത്. ഭൂമിയിൽ വലയം വെക്കാൻ പുതിയൊരു കുഞ്ഞൻ ചന്ദ്രൻ കൂടി എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 2024 PT5 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കൊച്ചു ക്ഷുദ്രഗ്രഹമാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് നമ്മുടെ പുതിയ ചന്ദ്രനായി മാറാൻ പോകുന്നത്. സെപ്റ്റംബർ 29 മുതൽ ഏകദേശം 2 മാസം ഈ മിനി മൂൺ ഭൂമിക്കൊപ്പം ഉണ്ടാകും. വെറും 10 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ പാറക്കഷ്ണം ഒരു വലിയ ബസ്സിനോളം മാത്രമേ വരൂ. സൂര്യനെ ചുറ്റുന്നതിനിടയിൽ ഭൂമിയുടെ ആകർഷണത്തിൽ പെട്ടുപോകുന്ന ഈ അതിഥി നവംബർ 25ഓടെ തന്റെ സന്ദർശനം പൂർത്തിയാക്കി വീണ്ടും ബഹിരാകാശത്തേക്ക് തന്നെ മടങ്ങും. നമ്മുടെ യഥാർത്ഥ ചന്ദ്രനുമായി താരതമ്യം ചെയ്താൽ ഈ അതിഥി വളരെ കുഞ്ഞനാണ്. ഏകദേശം 10 മീറ്റർ, അതായത് 33 അടി മാത്രം വ്യാസമുള്ള ഇതിനെ ഒരു വലിയ ബസ്സിനോടോ സ്കൂൾ ബസ്സിനോടോ ഉപമിക്കാം. വലിപ്പം കുറവായതിനാലും പ്രകാശം വളരെ മങ്ങിയതായതിനാലും ഇതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ടോ സാധാരണ ബൈനോക്കുലറുകൾ കൊണ്ടോ കാണാൻ സാധിക്കില്ല. അതിനൂതനമായ വലിയ ടെലസ്കോപ്പുകൾ ഉള്ള പ്രൊഫഷണൽ നിരീക്ഷകർക്ക് മാത്രമേ ഈ മിനി ചന്ദ്രനെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇത്തരം മിനി മൂണുകളിൽ വലിയ സഹായകമാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. ബഹിരാകാശത്ത് സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന പാറക്കഷ്ണങ്ങളിൽ ഒന്നായ 2024 PT5 എന്ന ക്ഷുദ്രഗ്രഹത്തെയാണ് ശാസ്ത്രലോകം മിനി മൂൺ എന്ന് വിളിക്കുന്നത്. അർജുന ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. സെപ്റ്റംബർ 29 മുതൽ നവംബർ 25 വരെയുള്ള ഏകദേശം 53 ദിവസത്തേക്കാണ് ഇത് ഭൂമിയിൽ ഗുരുത്വാകർഷണ വലയത്തിൽ താൽക്കാലികമായി കുടുങ്ങിക്കിടക്കുന്നത്. ഭൂമിയെ പൂർണ്ണമായി ഒരു വട്ടം ചുറ്റുവാൻ ഇതിന് കഴിയില്ലെങ്കിലും ഒരു പ്രത്യേക വളയപാതയിലൂടെ സഞ്ചരിച്ച് ഇത് വീണ്ടും സൂര്യനെ ചുറ്റാനായി മടങ്ങും. ഈ കുഞ്ഞൻ ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ച് രസകരമായ ഒരു നിഗമനമാണ് ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിലുണ്ടായ ഒരു വലിയ ഉൽക്കാപതനത്തിൽ തെറിച്ചുപോയ ചന്ദ്രന്റെ തന്നെ ഒരു കഷ്ണമായിരിക്കാം ഇതെന്ന പഠനമാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രനിലെ ധാതുക്കളോട് സാമ്യമായ ഘടന ഇതിലും ഉണ്ടാകുമെന്നതാണ് കരുതപ്പെടുന്നത്. ഇത്തരത്തിലുള്ള താൽക്കാലിക ചന്ദ്രന്മാർ ഓരോ 10-20 വർഷങ്ങൾ കൂടുമ്പോൾ ഭൂമിക്കരികിൽ എത്താറുണ്ട്. ഈ ക്ഷുദ്രഗ്രഹം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു അപകടകാരിയും ഉണ്ടാക്കുന്നതല്ല. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 42 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ 10 ഇരട്ടി ദൂരമുണ്ട് ഇത്. നവംബർ അവസാനത്തോടെ ഭൂമിയുടെ വലയത്തിൽ നിന്ന് പുറത്തുപോകുന്ന ഈ അതിഥി ഇനി 2055-ലും പിന്നീട് 2084-ലും ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.